കാന്താര സിനിമയുടെ ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും അവസാനത്തെ 20 മിനിറ്റാണ് അതിന്റെ നായകൻ ഋഷഭ് ഷെട്ടിക്ക് സംസ്ഥാന അല്ലെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ കുറെ ഭാഗങ്ങൾ ആളുകൾ പറഞ്ഞു ഭയങ്കര ലാഗായിരുന്നു, അത്ര നന്നായിട്ട് തോന്നിയില്ല എന്ന്. പക്ഷെ അവസാനത്തെ 20 മിനിറ്റ് ആ സിനിമയെ മൊത്തത്തിൽ ആളുകളിൽ എത്തിച്ചു എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ കാന്താര ചാപ്റ്റർ 1 ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് ആദ്യത്തതുപോലെ ഒരു കിക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് ഇല്ല എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. കാരണം കുറെ ഇപ്പൊ ക്ലൈമാക്സ് ഈ ഗുളികൻ പിന്നെ ബ്രഹ്മരക്ഷസ് വരാഹി ഇതിനെ കുറിച്ചൊന്നും ആളുകൾക്ക് അത്ര ഈ ഹിന്ദു മിത്തോളജിയിലെ ഇത്തരം ഈ നമ്മുടെ ഈ നാടൻ ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, നാടൻ രീതിയിലുള്ള ഇത്തരം ഈ ദൈവികമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ ബോധ്യമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇനി കാണാൻ പോകുന്നവർ കണ്ടവരുമായ പ്രേക്ഷകരോട് നമുക്ക് എന്താ പറയാനുള്ളത്? കണ്ടവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടും, കാരണം ഇതാണ് കണ്ടതെന്ന് മനസ്സിലാവും. കാണാൻ പോകുന്നവർക്ക് ഇത് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇതൊരു എക്സ്പ്ലനേഷൻ ഒന്നുമല്ല, അതുകൊണ്ട് ഒരു രീതിയിലുള്ള സ്പോയിലറും ഇല്ല. നമ്മൾ ഇത് ആദ്യമേ തന്നെ പറയുകയാണ്, ഒന്നും കഥയിലൊന്നും നമ്മൾ പുറത്തു വിടുന്നില്ല, ഒരു സസ്പെൻസും ഒന്നും പുറത്തു വിടുന്നില്ല, സ്പോയിലർ ഒന്നുമില്ല. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഷ്വലും പ്രശ്നമല്ല, അതിൻ്റെ പോസിറ്റീവാണ്. വിഷ്വലും അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ അടിപൊളിയാണ്, അതിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഇതിലങ്ങ് ലയിച്ചിരുന്ന് പോകുന്നുണ്ട്. ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇവർ തന്നെ കാഷ്വലായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ് ഈ പറയുന്ന ഹിന്ദു മിത്തോളജിയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നാമത് ഇവരുടെ കഥകൾ നമുക്കറിയില്ല, അതിനോടൊപ്പം ഇതിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതായിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ക്ലൈമാക്സിൽ ആ 1ാം ഭാഗം കണ്ടപ്പോൾ കിട്ടിയ ഒരു ഹൈ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പം അത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൂസിഫർ സിനിമ ഇറങ്ങിയ സമയത്ത് മോഹൻലാൽ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വലിയ ആരവങ്ങളാണ് തിയേറ്ററിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കാണുന്ന ഒരു സാധാരണ മലയാളി പ്രേക്ഷകൻ അറിയാം, 20ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 1987 ഇറങ്ങിയ സിനിമയിൽ ഇത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ വരുന്നതെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ കൈകൊട്ടാൻ തോന്നുന്നത്. പക്ഷെ ഇത് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇത് ഇവരെന്തിനാ കൈകൊട്ടുന്നതെന്ന് തോന്നുന്നു. ഈ ഡയലോഗിന്റെ മഹത്വം, ഇത്രയും വലിയ മഹത്വം ഒന്നും ഡയലോഗിന് ഇല്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അതുപോലെയാണ് ഈ പറയുന്ന ഒരു ഇതാണ്. ഇവിടെ വന്നിട്ടൊരു ഭക്തി ക്ലാസ് ഒന്നും എടുക്കാനൊന്നുമല്ല പോകുന്നത്, ഇതിനെ പറ്റിയുള്ള ഒരു മിത്തോളജി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഈ ഹിന്ദു മിത്തോളജിയിൽ. അതായത് ആദ്യം വരുന്നത് പഞ്ചുരുളി, ഇത് 1ാം ഭാഗത്തിൽ ഉണ്ടായിരുന്നതാണ്. വരാഹമൂർത്തി എന്ന് പറയുന്ന ഗാനമൊക്കെ, വരാഹമൂർത്തിയാണ് പഞ്ചുരുളി എന്ന് പറയുന്ന, വരാഹമൂർത്തി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മഹാവിഷ്ണുവിൻ്റെ 10 ദശാവതാരങ്ങളിൽ വരാഹം ഉണ്ടല്ലോ, മത്സ്യം കൂർമ്മം വരാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരാഹമാണ് ഇതെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഈ കാന്താര സിനിമയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ഒരു യൂണിവേഴ്സിന്റെ പ്രത്യേകത, ഇതിലുള്ള ഈ ദൈവഗണങ്ങളൊക്കെ തന്നെ ശൈവിസം, ശൈവ ശക്ത സെക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ദൈവഗണങ്ങളാണ്. വൈഷ്ണവിസം സെക്റ്റിൽ വരുന്ന അല്ല. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ വരാഹി ദേവിയാണിത്, ശിവന്റെ ശൈവ ഇതുമായിട്ട് ബന്ധമുള്ള ഇതായിരിക്കും. ചാത്തൻ എന്നൊക്കെ പറയുന്നത് ശിവനുമായിട്ടൊക്കെ ബന്ധമുള്ളത്. അപ്പൊ ആ ഒരു ഫാമിലി വരുന്നത്. അപ്പൊ വരാഹി ദേവിയാണ് ഈ വരാഹി മൂർത്തി എന്ന് പറയുന്നതും പഞ്ചുരുളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർവതീവിൻ്റെ കഥ എന്ന് പറഞ്ഞതാണ്, പാർവതീവിയുടെ പൂന്തോട്ടത്തിൽ ഒരു പന്നിക്കുട്ടി വളർന്നു വരുന്നു. അത് പാർവതീവിക്ക് പൊന്നോമനയായിട്ട് അവരത് വളർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ പക്ഷേ ഇത് വളർന്നു വലുതാകുമ്പോൾ ഇത് പൂന്തോട്ടം നശിപ്പിക്കുന്നു, പന്നിയാണല്ലോ. അപ്പോൾ അങ്ങനെ നശിപ്പിക്കുമ്പോൾ പരമശിവന് ദേഷ്യം വന്നിട്ട് ഇതിനെ സംഹരിക്കാൻ തുനിയുന്നു. അപ്പോൾ പാർവതീവി പറയും അതിനെ കൊന്നുകളയണം, നമ്മൾ വളർത്തിയല്ലേ, ഇതിന് പണിഷ്മെന്റ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, നമുക്കൊരു പണിഷ്മെന്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഈ പോലീസുകാരെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യുമല്ലോ, ഡീപ്രൊമോട്ട് ചെയ്ത് DYSP ആയിരുന്ന സർക്കിളായിരുന്ന ഒരു SI ഒക്കെ ആക്കി വിട്ടിട്ട് നല്ല നടപ്പിന് വിടും. നടക്കൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നടക്കും. ഇപ്പൊ ഭൂമിയിൽ എപ്പോഴും പണിഷ്മെന്റിന് വിടുന്ന സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ പോയ ഏവനും നന്നാവും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഇടയിൽ. അപ്പോൾ ഭൂമിയിൽ മനുഷ്യരുടെ കൃഷി സംരക്ഷിക്കാനുള്ള ദേവതയായിട്ട് പോയി ഇരിക്കാൻ പറയും. അങ്ങനെ ഭൂമിയിലോട്ട് അയക്കുകയാണ് ഈ പറയുന്ന വരാഹി എന്ന് പറയുന്ന പന്നിക്കുട്ടി. അപ്പോൾ ഇവരെ അവിടെയുള്ള ജനങ്ങളെ മക്കളായിട്ട് കാണുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രശ്നപരിഹാരമൊക്കെ നടത്തുക, സംരക്ഷണം, പരിപാലനം, ഇങ്ങനെ പോവുക, ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. അതാണ് ഈ തെയ്യ രൂപത്തിൽ വന്ന് ഉപദേശമൊക്കെ തരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കും 1ാം ഭാഗത്തിൽ. അപ്പോൾ അവരുടെ കൃഷിഭൂമി സംരക്ഷിക്കുക, അതാണ് പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിന് അവരുടെ സ്വത്വം നിലനിർത്താൻ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ദേവതയായിട്ട് കുടികൊള്ളുക എന്ന് പറഞ്ഞുവിടും. അപ്പോൾ ആദ്യ ഭാഗത്തിൽ ഭൂതകോലം കെട്ടി, ഭൂതകോലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെയ്യക്കോലം എന്ന് പറയുന്നത് തന്നെ, ഭൂതകോലം കെട്ടി ഈ മുഖത്ത് ചന്ദനമൊക്കെ തേച്ച് ജനങ്ങളെല്ലാം മാറോടണയ്ക്കുന്ന, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്ന സൗമ്യമായിട്ടുള്ള ഒരു അമ്മയുടെ ഒരു ഭാവമുള്ള ഒരു മൂർത്തിയുണ്ട്. അതാണ് ഈ പഞ്ചുരുളി എന്ന് പറയുന്നത്.
അതിന് ഈ മറ്റൊരു ഭാഗത്ത് സിനിമയിൽ ഒരു പന്നിയെ കാണിക്കുന്നുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ ഒരു പന്നി. അതും ഇത് തന്നെയാണ്, വരാഹി തന്നെയാണ്. പിന്നെ കിരീടം കാണിക്കുന്നുണ്ട്, പന്നിയുടെ ഒരു കിരീടം, ഈ ഒരു അതായത് ഒരു വിഗ്രഹത്തിന്റെ ഒരു കിരീടം കാണിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന ഇത് തന്നെയാണ്, ഈ വരാഹിയുടെ കിരീടമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചുരുളി എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് ഗുളികൻ. ഈ ഗുളികൻ എന്ന് പറയുന്നത് പഞ്ചുരുളി അല്ല. അതായത് ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് വാങ്ങിക്കൊടുത്ത ആളാണ് ഗുളികൻ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഒരുപാട് ദിവസം എന്താണ് പറയുന്നത്, വ്രതമൊക്കെ എടുത്തിട്ടാണ് കഥാപാത്രം ചെയ്യുന്നത്, അത് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ആദ്യ ഭാഗത്തിൽ ഈ പഞ്ചുരുളി മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ ക്ലൈമാക്സിൽ നായകന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ഇദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹം മുഴുവൻ കരിയൊക്കെയാണ് മുഖത്ത് ചന്ദനമല്ല കരിയൊക്കെയാണ് വരുത്തേച്ചിട്ട് ഈ പൊരിയൊക്കെ വാരി അങ്ങ് തിന്ന് ശത്രുക്കളെ നിഷ്ഠൂരം വധിക്കുന്ന ഒരു മൂർത്തിയാണ്. അപ്പോൾ പഞ്ചുരുളിയും ഗുളികനും വന്നിട്ട് രണ്ട് ആൾക്കാരാണ്, രണ്ട് മൂർത്തികളാണ്. അപ്പോൾ ഈ ഇവർ നിർമൂർത്തി അങ്ങനെയൊന്നുമല്ല, നല്ല ആൾ തന്നെയാണ് ഗുളികൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് അഗ്രസീവാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗുളികൻ എന്ന് പറയുന്നത് ഈ ചാത്തനെ പോലെയാണ്. അതായത് ഒരു ലോഡ് ഗുളികന്മാരുണ്ട്, ഒരു എന്താ പറയുക 399 ചാത്തന്മാരുണ്ടെന്ന് പറയുന്ന പോലെ ഈ ഗുളികനും പല പല കഥകളാണ്. ഗുളികൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി അതിൽ പ്രചാരമുള്ള പല പല കഥകളുണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ മാർക്കണ്ഡയൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അതായത് മാർക്കണ്ഡയൻ എന്ന് പറഞ്ഞൊരു ശിവഭക്തനായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, ദീർഘായുസുള്ള മണ്ടന വേണോ അതോ അല്പായുസുള്ള ഒരു ഈ പറയുന്ന ബുദ്ധിമാനം വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ബുദ്ധിമാനം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം 16 വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. 16 വയസ്സായപ്പോൾ ഇദ്ദേഹത്തിന് ജീവൻ എടുക്കാൻ കാലൻ വന്നു, യമദേവൻ വന്നു. അപ്പോൾ ഇദ്ദേഹം ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കയറെടുത്ത് എറിഞ്ഞപ്പോൾ ഈ കയർ വന്ന് എന്തിലൂടെ വന്നു വീണു, ശിവലിംഗത്തിലൂടെ വീണു. അപ്പോൾ ഇതിൽ കുപിതനായിട്ട് ഈ ശിവലിംഗം പിളർന്ന് ഉഗ്രരൂപിയായിട്ടുള്ള ശിവൻ പുറത്തു വരികയും ഈ കാലന്റെ കഥ കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം കാലനില്ലാത്ത കാലം ഉണ്ടായി. നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാരുടെ കവിതയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കാലനില്ലാത്ത കാലം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ജനങ്ങൾ മരിക്കാത്തൊരവസ്ഥ ഉണ്ടായി, ഭൂമിദേവിക്ക് ഭാരമാവാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ ഭൂമിദേവിയുടെ പരാതി പരിഹരിക്കാൻ വേണ്ടി കാലന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വേറൊരാൾ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ശിവന്റെ ഇടതുകാലിലെ പെരുവിരൽ പിളർന്ന് പുറത്തു വന്ന ആളാണ് ഈ പറയുന്നത് ഗുളികൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷെ മറ്റൊരു പല പല കഥകളുണ്ട്. വ്യാഴ ഭഗവാനും ശനി ഭഗവാനും തമ്മിൽ ഒരു യുദ്ധം നടന്നപ്പോൾ അവിടെ ശനി ഭഗവാന്റെ മകനായിട്ട് ജനിച്ചതാണെന്ന് പറയുന്നത് പല പല കഥകൾ. പക്ഷെ ഇവിടെ നമ്മുടെ ഈ കഥ നടക്കുന്നത് ദക്ഷിണ കർണാടകയിലാണ്. അവിടെയാണ് ഈ ഭൂതകോലം ഉള്ളത്. നമ്മുടെ കാസർഗോഡ്, നമ്മുടെ കണ്ണൂര്, മംഗലാപുരം അവിടെ ആ ഭാഗത്ത്. ഇവിടെ അതുകൊണ്ട് ഈ ദക്ഷിണ കർണാടകത്തിലെ തുളു ദേശം ഉണ്ടല്ലോ, അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഈ തുളു ദേശം, തുളു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത്, ശിവൻ എന്ന് പറയുന്നത് ശ്മശാനവാസിയാണ്, അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ശ്മശാനത്തിൽ, അവിടെ ഉണ്ടായിരുന്ന ശ്മശാനത്തിൽ ഈ ഒരു കല്ല് കിടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ അവിടെ ഒരു കല്ല് വരാറില്ല, അസ്ഥിയല്ലേ ദഹിപ്പിക്കുന്നത്, അവിടെ എങ്ങനെ കല്ല് വന്നെന്നറിയില്ല. അപ്പോൾ ഈ കല്ലെടുത്ത് എറിയുമ്പോൾ അവിടെ നിന്ന് ആ കല്ലിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് ഗുളികൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഈ ചുടലമാടൻ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ വേറൊരു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഗുളികനെ കുറിച്ച്, ഗുളികൻ എന്ന് പറയുന്നത് ഈ മറ്റേ വരാഹിയെ പോലെ തന്നെ കുറച്ച് പ്രശ്നക്കാരനാണ്. പക്ഷെ വരാഹി ഈ പറഞ്ഞ കുസൃതിയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അക്രമകാരിയാണ് അദ്ദേഹം, ഒടുക്കത്തെ വിശപ്പുമാണ്. അപ്പോൾ ഇതിനെ കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മഹാവിഷ്ണുവിൻ്റെ അടുത്തുണ്ടായിരിക്കും. അതായത് കുറച്ച് സൗമ്യനും ശാന്ത സ്വഭാവമാണല്ലോ മഹാവിഷ്ണു. അപ്പം പക്ഷെ മഹാവിഷ്ണു പൊറുതി വിട്ടു ഇദ്ദേഹത്തിന്റെ. കാരണം ഒടുക്കത്തെ വിശപ്പ്, എത്ര തിന്നാൻ കൊടുത്താലും മതി വരില്ല, ഇത് അവിടെ കിടന്ന അക്രമകാരി. അങ്ങനെ മഹാവിഷ്ണു ആ സെയിം പഴയ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കും. പണിഷ്മെന്റ് എന്താണ്, ഡീപ്രമോഷൻ, ഭൂമിയിലോട്ട് പോകും. ഭൂമിയിൽ പോയിട്ട് ഇതുപോലെ അവരുടെ കൃഷിക്കാരുടെ വിഷമമൊക്കെ പരിഹരിക്കുക. അതായത് ഇവർ ശ്രദ്ധിക്കുക, ഇവരുടെ പ്രശ്നം എന്താണോ, മറ്റേ ആള് പൂന്തോട്ടം നശിപ്പിച്ചപ്പോൾ കൃഷി സംരക്ഷിക്കാനാണ് അവിടെ വിട്ടത്. ഇവിടെ ഈ ഭക്ഷണം കാരണം ആർത്തി മൂത്ത് അക്രമം കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ, കൃഷിക്കാരുടെ പരാതി പരിഹരിക്കാനാണ് വിട്ടിരിക്കുന്നത്. അത് പണിഷ്മെന്റ്, അതാണ് ഡീപ്രമോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിനേക്കാളും പ്രശ്നം, ഭൂമിയിൽ വന്നപ്പോൾ. കാരണം ഇവിടെ ഓൾറെഡി ആരുണ്ട്, വരാഹി ദേവിയുണ്ട്. ഇവർ തമ്മിൽ ടെറിട്ടറി ക്ലാഷ്, നമ്മളെ ഇസ്രയേൽ പാലസ്തീൻ എന്നൊക്കെ പറയുന്ന പോലെ ടെറിട്ടറി ക്ലാഷ്. ഞാനുണ്ടല്ലോ, പിന്നെ നീ എന്തിനെന്നൊക്കെയുള്ള ചോദ്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അവസാനം ഇവരെ വിളിച്ചു വരുത്തി നമ്മൾ അമേരിക്ക ഇതിനിടെ മറ്റേ ഇത് മധ്യസ്ഥത വഹിക്കുന്ന പോലെ ശിവഭഗവാൻ വന്ന് രണ്ടുപേരെ, ശിവനും പാർവതിയും വന്ന് രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ഒരു കരാറിലെത്തിക്കുകയാണ്. ഈ കരാറെന്ന് ഇങ്ങനെയാണ്, വരാഹി ദേവി സൗമ്യമായിട്ടുള്ള ദേവിയാണല്ലോ, നിങ്ങൾ ജനങ്ങളുടെ സംരക്ഷണവും ഉപദേശവും അഡ്മിനിസ്ട്രേഷനും പരിപാലനവും ഒക്കെ നോക്കുക. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശത്രു വരികയാണ്, അതായത് ഈ പറയുന്ന ശത്രു വരികയാണെന്നുണ്ടെങ്കിൽ, അവർ അക്രമകാരിയായിട്ടുള്ള ശത്രു വന്നാൽ ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ മാത്രം, ദ്രോഹിക്കാൻ വേണ്ടി, ജനങ്ങളെ ദ്രോഹിക്കാൻ വരുന്നെങ്കിൽ അവരെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രം നീ വരിക, അതുവരെ നീ കാവലാളായിരിക്കുക. അതുകൊണ്ടാണ് ആ സിനിമയിൽ കാന്താരയിൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവം പുറത്താലും ഗുളികൻ പൊറുക്കില്ല എന്ന് പറയുന്നത്. അതവിടെ ദൈവം ആരാണ്, പൊറുക്കുന്ന ദൈവം വരാഹിയാണ്. പക്ഷെ ദൈവം പുറത്താലും ഗുളികൻ പൊറുക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ അത്രയും ടെററായിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ കാന്താരയിലെ ക്ലൈമാക്സിൽ നമ്മൾ കണ്ടതാണ്. പൊരിയൊക്കെ വാരി തിന്നിട്ട് വീണ്ടും ചോദിക്കും. അപ്പോൾ അവർ
വീണ്ടും അവർക്ക് മനസ്സിലായി വന്നത് ഗുളികനാണെന്ന്. അപ്പോൾ കൊണ്ട് ഒരു പറ കൊണ്ട് വീണ്ടും തട്ടുന്നതൊക്കെ ഉണ്ട്, അത് മൊത്തം എടുത്ത് കഴിക്കുന്നത് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മുടെ ഒരു ഫോക്ലോറിൽ വരുന്നതാണ്. ഇനി മൂന്നാമതാണ് ചാമുണ്ടി എന്ന് പറയുന്നത്. ചാമുണ്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ചണ്ടമുണ്ട അസുരന്മാരെന്ന് ഗ്രഹിക്കാൻ വേണ്ടി വന്ന അതിപരാശക്തിയായിട്ടുള്ള പാർവതി ദേവിയുടെ ഒരു ഫോമാണ്. ഭദ്രകാളി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫോമാണ്. വളരെ ഫിറോഷ്യസ് ആയിട്ടുള്ള ഉഗ്രരൂപിയായിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ ഇതിനെ ചാമുണ്ടി, സംഖ്യാവര എന്നൊക്കെ പറയുന്നത് പല രീതിയിൽ പറയാറുണ്ട്. ഇത് ഈ പറയുന്ന ഈ രണ്ട് നേരത്തെ പറഞ്ഞ ഗുളികനും അല്ല, വാരാഹി പഞ്ചുരുളി ഒന്നുമല്ല, ഇത് മൂന്നാമത്തെ ഒരാളാണ് ചാമുണ്ടി എന്ന് പറയുന്നത്. പിന്നെ ബ്രഹ്മരക്ഷസ് പലർക്കും മനസ്സിലായിട്ട് ഇത് ഹനുമാനാണെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതേ സിനിമയിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ നമ്മൾ കണ്ടു പരിചരിച്ച ഒരു ബ്രഹ്മരക്ഷസിനല്ല കാണിക്കുന്നത്. അപ്പോൾ പല പല കഥകളുണ്ട് ബ്രഹ്മരക്ഷസ് എന്താണെന്നുള്ളത്. ബ്രാഹ്മണൻ മരിക്കുമ്പോഴാണ് ബ്രഹ്മരക്ഷസ്. പക്ഷേ ഇതിലെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിന് ജോലി ചെയ്യാനായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞ് ശിവനോട് തപസ് ചെയ്യുന്നു. അപ്പോൾ ശിവൻ തൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളെ അയക്കുന്നു. അതാണ് ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം രജോ ഗുണമുള്ള ഒരാളാണ്. അതായത് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ടാസ്ക് ഇയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ടാസ്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ആളുകളെയൊക്കെ പിടിച്ച് തിന്നും. ഇതാണ് ഇയാളുടെ പ്രശ്നം. അങ്ങനെ ഇയാൾക്ക് കൊടുത്ത് ആ രാജ്യത്തിൽ എല്ലാ ജോലിയും കഴിഞ്ഞു, ഇനി ഒരു ജോലിയും ബാക്കിയില്ല എന്നുള്ളതായി അവസ്ഥയിലായപ്പോൾ ഇയാൾ ആളുകളെ പിടിച്ചില്ല തിന്നാൻ തുടങ്ങി. വലിയ തൊല്ലയായി. അപ്പോൾ പലപ്പോഴും ഇത്തരമുള്ള പ്രശ്നങ്ങൾക്ക് ആണുങ്ങൾ പെട്ടുപോകും. സ്ത്രീകളാണ് ഇതിന് പരിഹാരം കണ്ടെത്തുന്നത്. അങ്ങനെ ഇവിടുത്തെ റാണിയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുന്നത്. അവർ കുറേ ചുരുണ്ട മുടിയുടെ ഒരു കെട്ട് കൊണ്ട് കൊടുത്തിട്ട് പറയും ഇതൊന്നെല്ലാം ഈ ചുരുണ്ട മുടിയൊക്കെ നേരെയാക്കാൻ പറയും. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സൈഡിൽ ഇദ്ദേഹം നേരെയാക്കി വരുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ ഇത് വീണ്ടും ചുരുണ്ട് വരും. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഡ്ലെസ് ടാസ്ക്. അത് ഈ ജോലി ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല, ഈ ടാസ്ക് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന ബ്രഹ്മരക്ഷസ്. പിന്നെ കദംബകൾ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഇത് ദുർമന്ത്രവാദികളായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവികമായിട്ടുള്ള ദൈവഗണങ്ങളെല്ലാം പിടിച്ചുകൊണ്ടുവന്ന് ഇവരുടെ ഒരു പ്രദേശത്തിലേക്ക് കൊണ്ടുവന്ന് നെഗറ്റീവാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ടെറിട്ടറിക്ക് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അങ്ങനെ അതിൻ്റെ ഒരു അധീനത ഇവരുടെ കൈയടക്കി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇത് ഒരു പുരാണത്തിൻ്റെ ബാക്കിംഗ് ഒന്നും ഇതിനില്ല. ഇതിന് ഫിക്ഷണലായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ കദംബകൾ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്നതാണ്. കുട്ടിത്തേവാങ്ക് ഇപ്പോഴും ശരിക്കും ആഭിചാര ക്രിയകൾക്കൊക്കെ നമ്മുടെ രാജ്യത്തെങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഭയങ്കര വംശനാശ ഭീഷണി അതുകൊണ്ടാണ് നേരിടുന്ന ഒരു ജീവി കൂടെയാണ്. അപ്പോൾ കദംബകൾക്ക് ഈ പറയുന്ന ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഒരു പ്രദേശം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കദംബകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ കണ്ണീർ വീണ് കഴിഞ്ഞാൽ ഏത് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ആയിട്ട് മാറും. അപ്പോൾ ഈ കദംബകളുടെ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കദംബകളെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഈ 4-8 ദിക്കുകളിലും കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ആവും. പിന്നെ അവിടേക്ക് ഒരു പോസിറ്റീവ് എനർജി കയറാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഒരു അകത്തുനിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അതിനെപ്പറ്റി പുലിദൈവം എന്ന് പറഞ്ഞ് ഇത് കാണിക്കുന്നുണ്ട്. അത് പുലിദൈവം എന്നാണ് മലയാളം ഡബ്ബിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഈ പുലിദൈവം എന്ന് പറയുന്നത് ഈ ദുർഗാദേവിയാണ്. ദുർഗാദേവിയുടെ സിംഹമാണ്. നമ്മൾ ദുർഗാദേവിയെ സിംഹവാഹിനിയായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു കടുവയാണ് കാണിക്കുന്നത്. അതായത് വനദുർഗ എന്ന് പറയുന്നത് വനദുർഗയുടെ വാഹനം കടുവയാണ്. വനദുർഗ എന്ന് പറയുമ്പോൾ ഈ കാട്ടിലൊക്കെ നമ്മൾ ഇപ്പോഴും അഗസ്ത്യാർകൂടത്തിലൊക്കെ ഇഷ്ടംപോലെ വനദുർഗ പ്രതിഷ്ഠകൾ കാണാൻ പറ്റും. അവിടെയൊക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. യുദ്ധം നടക്കുമ്പോഴാണ് വനദുർഗ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ഈ കടുവ ഈ ചില സാഹചര്യങ്ങളിൽ അത്യാവശ്യ ഘട്ടത്തിൽ അറ്റാക്ക് നടത്താൻ വേണ്ടി രക്ഷിക്കാനൊക്കെ വേണ്ടി ചെറിയ അറ്റാക്കിംഗ് പരിപാടിക്കൊക്കെ ആര് വരും? ഈ പറയുന്ന കടുവ ഭൂമിയിൽ വരാനുണ്ടെന്നാണ് പറയുന്നത് ദുർഗാദേവിയുടെ വാഹനം. അപ്പോൾ അതാണ് ഈ പുലിദൈവം എന്ന് പറയുന്നത്. പിന്നെ ഈശ്വര പൂന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നത്, മനോഹരമായ ഉദ്യാനം കാണിക്കുന്നുണ്ട്. പാർവതീദേവി ശിവന് ധ്യാനിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമാണ് എന്ന് പറയുന്നത്. ഇതിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സീനൊക്കെ വരുമ്പോൾ നമുക്ക് കണക്ട് ആവും. ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആസ്വാദനം കുറച്ചും കൂടെ മെച്ചപ്പെടും. അതാണ് നമ്മൾ ഇതിനെയൊക്കെ ഇപ്പം ഇതൊക്കെ 21ാം നൂറ്റാണ്ട് നമ്മൾ ഇങ്ങനെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. 21ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന നാളക്കേട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ റീജിയണൽ ഫോക്ലോസ് ആണ്. ഇതിനൊക്കെ പല പല അർത്ഥങ്ങളും ജീവിതത്തിൽ ഇപ്പം നാരായണ ഭ്രാന്തൻ പാറ ഉരുട്ടി കയറ്റുന്നതിന് ആ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം അതുപോലെ ഈ ബ്രഹ്മരക്ഷസിന്റെ കഥയാണെങ്കിൽ എല്ലാം വിവിധ അർത്ഥങ്ങളുള്ള കഥകളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ മുത്തശ്ശിമാർ പറഞ്ഞ് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് സങ്കല്പത്തിൽ മാത്രം അത് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത്, അത് കാണാൻ വേണ്ടി നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു മഹാഭാഗ്യമാണ്. ഈ കഥകൾ പറഞ്ഞു തന്നാൽ നമ്മുടെ അമ്മൂമ്മമാർക്കൊന്നും സ്ക്രീനിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണമെന്നുള്ളതാണ്. ഇതൊക്കെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഭക്തനാവണോ അങ്ങനെയൊന്നുമില്ല. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ഒരു കഥ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ പോയി കണ്ട് 100% ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്.